ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ മാസം ജൂൺ മാസമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസമാണ്. ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ് ജൂൺ 27 നമ്മൾ നാളെ മുതൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നൊവേന നമ്മുടെ ഫേസ്ബുക്കിലൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈശോയുടെ തിരുഹൃദയം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ നമ്മൾ സമർപ്പിച്ചിരിക്കുന്നതാണ്. കുടുംബ പ്രതിഷ്ഠ നവീകരിക്കാനൊക്കെ ഉള്ളൊരു ദിവസം നമുക്ക് വേണ്ടി ഹൃദയം തുറന്നു തന്ന ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ ഇന്നോളം ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ മൃതാവിലായിട്ടില്ല എന്നാണ് തിരുഹൃദയ ഭക്തരായ അനേകരുടെ ജീവിതം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്കും ഒരുമിച്ച് തിരുഹൃദയ തിരുനാളിന് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. പ്രധാനമായിട്ടും കർത്താവിന്റെ വചനം സങ്കീർത്തനം 35 അധ്യായം 10 വചനം പറയാണ്, കർത്താവെ, അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? ബലഹീനരെ ശക്തരിൽ നിന്നും ദുർബലനെ ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് എപ്പോഴും നമുക്ക് അഭയമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം തേടാൻ. അതുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തി കർത്താവ് ലോകത്തിന് വെളിപ്പെടുത്തിയ മാർഗരറ്റ് മേരി അലക്കൊക്കെ പറയാറുണ്ട്, ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങിൽ പൂർണ്ണമായും ശരണപ്പെടുന്നു. അങ്ങന്റെ സ്നേഹമായി തിരുഹൃദയ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അങ്ങന്റെ സ്നേഹമായിരിക്കണമേ എന്നുള്ളതാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ള വലിയ ഭക്തിയും വലിയ ദൈവസ്നേഹവും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമുക്ക് ആ തിരുഹൃദയത്തിൽ അഭയം തേടാം. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട തിരുഹൃദയത്തിലോട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.